പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്തെ യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യേശു പിതാവിൻ്റെ അടുക്കിലോട്ട് പോകുന്നു. പിതാവിൻ്റെ അടുക്കിലോട്ട് യേശു പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കണമെന്ന് തന്നെ. കാരണം പിതാവ് വലിയവനാണ്. മാത്രമല്ല യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ലോകത്തിൽ യേശു അറിയപ്പെടണമെന്ന് തന്നെ. പിതാവിൻ്റെ സ്നേഹവും യേശുവിലൂടെ അറിയപ്പെടണമെന്ന് തന്നെ. യേശു പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും വചനം വായിക്കാം, വചനം വിചിന്തനം ചെയ്യാം, വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, വചനം നമുക്ക് മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കാം. യേശു ഈ ലോകത്തിൽ മുഴങ്ങി നിൽക്കട്ടെ. യേശുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും ഈ ലോകത്തിൽ വചനം പ്രഘോഷിക്കുന്നവരിലൂടെ ഉണ്ടാകട്ടെ. അങ്ങനെ അനേകം പേർ യേശുവിനെ വിശ്വസിക്കുവാനായിട്ടും യേശു 2-ാം പ്രാവശ്യം വന്ന് നമ്മളെ കൊണ്ടുപോകാനായിട്ടൊക്കെ വരുമ്പോൾ അനേക ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി ലഭിക്കുന്നതിന് വേണ്ടിയും നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.